ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. സോ ഇന്നത്തെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണത്? എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കിംഗ് സ്കീം എന്നുള്ളത്? നമ്മൾ എല്ലാവരും എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ്. അപ്പൊ എക്സാമിന് ഹാളിൽ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എത്ര മാർക്കൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് 3 മണിക്കൂറിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളെ ഇംഗ്ലീഷിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ടോട്ടൽ 100 മാർക്സിലാണ് വരുന്നത്. 100 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം വഴി സ്കോർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആകെയുള്ള സമയമോ 3 മണിക്കൂറാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വരുന്നത്. സോ 3 മണിക്കൂറിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം? 45 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്താ കണ്ടോ, there are 45 questions in all divided into 2 parts. അവിടെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പഠിക്കണം, അതാണ് മെയിൻ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ എക്സാം ഹാളിൽ പതറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പാടില്ല. അപ്പൊ അതവിടെ നിങ്ങൾ എന്താണ് സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താവണം? അതിന് മുമ്പേ നമ്മൾ ഇത് പാറ്റേൺ പഠിക്കണം. പാറ്റേൺ പഠിക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് മക്കളെ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിച്ചാൽ തന്നെ നമുക്ക് ചോദ്യം മനസ്സിലാക്കി എടുക്കുന്നതിന്റെ വേഗത കൂട്ടാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മളെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്ര മാർക്കിന്റെ എത്ര ചോദ്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മനസ്സിലാക്കി പോയാലും എത്ര ചോദ്യങ്ങൾ എത്ര മാർക്കിനെന്ന് ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ആദ്യത്തെ 25 മാർക്ക് MCQ ആണ്. ഓക്കെ, അത് MCQ ആയത് കാരണം അത് MCQ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആദ്യത്തെ 1 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ നമ്മൾ സോൾവ് ചെയ്യുന്നതിന്റെ വേഗതയും ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ് എന്ന് അറിയാതെ വായിച്ച് മനസ്സിലാക്കി എഴുതുന്നതിന്റെ വേഗതയും രണ്ടും രണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അത്യാവശ്യമാണ്. ടോട്ടൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ഈ ഒരു നമ്പർ വരുന്നത് എത്രയാണ്? 45 ആണ് കേട്ടോ. 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 2 പാർട്ട് ആക്കിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ പോയി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെന്താണ് ഇങ്ങനെ ആദ്യത്തെ ഇത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ടിന്റെ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയോ, സെക്കൻഡ് പാർട്ട് അറ്റൻഡ് ചെയ്യേണ്ടതില്ലേ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇവിടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യണം. ഇവിടെ പറയുന്നത് 45 ചോദ്യങ്ങൾ 2 ഭാഗങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതില് 2 പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് A, പാർട്ട് B എന്നാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് എ എന്ന് പറയുന്നത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. പാർട്ട് എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസേഴ്സ് എഴുതാനുള്ള, അല്ലെങ്കിൽ വളരെ ചുരുക്കം ഒരു വേർഡിൽ ഒരു സെന്റൻസിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതണ്ടേ, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് എയിൽ ഉണ്ടായിരിക്കുക. പാർട്ട് എയിൽ എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്, 1 വേർഡിൽ ആൻസർ എഴുതേണ്ടത്, 1 സെന്റൻസിൽ ആൻസർ എഴുതേണ്ടത്, ഇതൊക്കെ എന്താണ്? ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഇനി പാർട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് എയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പാർട്ട് എയിൽ തന്നെ സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട് അല്ലെ. അത് തന്നെ സെക്ഷൻ സി ഉണ്ട്, സെക്ഷൻ ഡി ഉണ്ട്. അങ്ങനെ 4 പാർട്ട് ആക്കിയിട്ട് പാർട്ട് എനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സെക്ഷൻ ഇ വരെ ഉണ്ട് കേട്ടോ. ഓപ്ഷണൽ മൊഡ്യൂൾസ് സെക്ഷൻ ഇ വരെ പാർട്ട് എയിൽ വരുന്നുണ്ട്. ഇനി പാർട്ട് ബി ആണ്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. കണ്ടോ, പാർട്ട് ബി എന്ന് പറയുന്നത് പാർട്ട് ബിയിലെ സെക്ഷൻ എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പൊ മനസ്സിലാക്കുക, ഇത്രയും മനസ്സിലാക്കുക. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് 2 സെഷൻ ആയിരിക്കും. അതില് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നതിനെ പാർട്ട് എനെ തന്നെ എന്താണ്? സെക്ഷൻ എ, ബി, സി, ഡി എന്ന് പറഞ്ഞ് 4 പാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി പാർട്ട് ബിനെയും സെയിം പോലെ തന്നെ സെക്ഷൻ എ, ബി, സി, ഡി എന്ന് പറഞ്ഞ് 4 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ പാർട്ട് എയില് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബിയില് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പാർട്ട് ബിയിലെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വേർഡിലോ ഒരു സെന്റൻസിലോ അല്ലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ എഴുതാനുള്ള ആൻസേഴ്സ് അല്ല.
മനസ്സിലായോ? അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. സബ്ജക്റ്റീവ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൻസേഴ്സ് ഒരു 2 സെന്റൻസിലൊക്കെ എഴുതേണ്ടി വരും. അതായത് അവിടെ മുതൽ 2 മാർക്കിന്റെ ചോദ്യം ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഇവിടെ പാർട്ട് ബിയിൽ കണ്ടോ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കണ്ടോ? ഓക്കെ. അപ്പം സെക്ഷൻ ABCD എന്ന് പറഞ്ഞ് പാർട്ട് ബിയിലും കാണാം, പാർട്ട് എയിലും കാണാം. അപ്പൊ പാർട്ട് എയിലുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പാർട്ട് ബിയിലുള്ളത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് ആൻസേഴ്സ് എഴുതിയാൽ മതി. ഈ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ആൻസേഴ്സ്, ഒരു സെന്റൻസ്, 2 സെന്റൻസ്, 3 സെന്റൻസിലൊക്കെ നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടി വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി. ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എ, പാർട്ട് ബി. അതിൽ തന്നെ 4 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. പാർട്ട് എയിൽ തന്നെ ABCD, പാർട്ട് ബിയിൽ ABCD. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം പാർട്ട് എയിലെ ABCD എന്താണ്, പാർട്ട് ബിയിലെ ABCD എന്താണ്, ഈ 2 പാർട്ടിലെയും ABCD സെഷനിൽ മാർക്കുകൾ എത്രയാണ് കൊടുക്കുന്നത്, ഇതാണ് ഇനി നെക്സ്റ്റ് അറിയേണ്ടത്. അപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ PDF ഉണ്ടാവും എന്ന് മിസ്സിന് അറിയാം. ഇനി PDF ഇല്ലാത്തവരാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PDF കയ്യിൽ ഇല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് NIOSൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. NIOS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിന്റെ കോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുക, അത്യാവശ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഈ 50 മാർക്കിൽ 50 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അത് കണ്ണും പൂട്ടി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് കുറച്ചൊന്ന് വായിച്ചാൽ കുറച്ച് പുറകോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതങ്ങനെയൊന്നും അല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ തോന്നൽ മാറും. കാരണം അത്രയും സിമ്പിൾ ആണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിൽ ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമ്മുടെ കാഴ്ചപ്പാട് പോലെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ അത് പഠിച്ച് തീർക്കുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തീർക്കും, അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു സ്പാർക്ക് ഉണ്ട്. അത് നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, അതിനനുസരിച്ച് അത് മുന്നോട്ട് പോവുള്ളൂ. എന്തും ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പാർക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. പറ്റില്ല എന്നുള്ളത് നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല. അപ്പം നമുക്കത് പറ്റില്ല. ഏത് വലിയ കാര്യം, എത്ര ചെറിയ കാര്യമാണെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പം തീർച്ചയായും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള അത് ചിന്തിക്കുക. ആ ഒരു വാക്കിന്, എനിക്ക് പറ്റുമെന്ന് പറയുന്ന വാക്കിന് വളരെ പവറാണ് മക്കളെ. അത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പൊ പാർട്ട് എയിലെ സെക്ഷൻ A എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ പോയട്രി ആൻഡ് പ്രോസ്, നമ്മൾ ഒരുപാട് കവിതകൾ പഠിക്കുന്നില്ലേ, കഥകൾ പഠിക്കുന്നില്ലേ അല്ലെ, ഷോർട്ട് സ്റ്റോറീസ് പഠിക്കുന്നില്ലേ, ഓട്ടോബയോഗ്രഫി പഠിക്കുന്നില്ലേ. അപ്പൊ ഇതൊക്കെ വരുന്നത് ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഇപ്പൊ ഇത് പാർട്ട് A ആണ്. ഞാൻ പറഞ്ഞു ഒരു വേർഡില്, ഒരു സെന്റൻസില് ഒക്കെ ആൻസേഴ്സ് എഴുതേണ്ട വരുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ ഒരു വേർഡിൽ എഴുതേണ്ട ചോദ്യമാണ് കിടക്കുന്നത്. വാട്ട് ഈസ് ദ പോയറ്റ് എക്സ്പെക്ടേഷൻ ഫ്രം ദ സ്ട്രേഞ്ചേഴ്സ്? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് സ്ട്രേഞ്ചേഴ്സിന് അടുത്ത് നിന്ന് ഈ പോയറ്റ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്? ലവ് എന്നുള്ള ഒറ്റ കാര്യം നിങ്ങൾ ഇവിടെ എന്താണ്, ഒരു സെന്റൻസ് ലവ് എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ അത്രയേ ഉള്ളൂ. ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് നിങ്ങൾ ഒരു വേർഡിലൊക്കെ ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഒരു മാർക്കിന്, ജസ്റ്റ് ഒരു മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അപ്പം 1 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു വേർഡിൽ എഴുതേണ്ട ചോദ്യങ്ങൾ, ആൻസേഴ്സ് എഴുതേണ്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും 1 മാർക്കിനായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യവും 2ാമത്തെ ചോദ്യവും ഒക്കെ 1 മാർക്കിനാണ്. 3ാമത്തെ ചോദ്യവും 1 മാർക്കിനാണ്. 4 1 മാർക്കിനാണ്. 5ാമത്തെ ചോദ്യം 1 മാർക്കിനാണ്. പിന്നെ 6 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കണം. അപ്പം ഇതാ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്.
ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട് കണ്ടോ. 6ാമത്തെ ചോദ്യം ഒരു മാർക്കിന്റെ തന്നെയാണ്, പക്ഷെ എന്താണ്, നിങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ 1 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളൊക്കെ 1 മാർക്കിൻ്റെതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇതേപോലെ ചോയ്സും ഉണ്ടാവും. 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതിയാൽ മതി എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടാവും. അപ്പൊ 6ാമത്തെ ചോദ്യം അങ്ങനെ ഒരു ചോദ്യമാണ്. 7ാമത്തത് അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നൈറ്റ് ഓഫ് ദ സ്കോർപിയോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈവിളായി പേഴ്സോണിഫൈ ചെയ്തതിന്റെ ഒരു വേർഡ് നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇതിൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ്, അതാണ് ചോദ്യം. അപ്പം നിങ്ങൾ എന്താണ്, സംടൈംസ് ബാഡ്, സംടൈംസ് ഗുഡ്, നോട്ട് സീൻ, ബാഡ് ലക്ക് ഓർ മിസ്ഫോർച്യൂൺ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് നിങ്ങൾ ശരിയായിട്ടുള്ളത് എഴുതിയെടുത്താല് അല്ലെങ്കിൽ കൊടുത്താൽ 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ 7, 8 ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്താണ് 1 മാർക്ക് വീതം ആയിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. 8ാമത്തെ ചോദ്യത്തിൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് 4 ചേരുംപടി നിങ്ങൾ ചേർക്കണം. മനസ്സിലായോ? അപ്പൊ അതിന് 4 മാർക്കായിട്ട് വരും. പക്ഷെ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ ഇത്ര 2 എണ്ണേ അറിയുമെങ്കിൽ 2 മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിലും 8ാമത്തെ ചോദ്യത്തിന് 4 മാർക്കാണെങ്കിൽ ഓരോ മാച്ച് ദ ഫോളോവിന് ഓരോ മാർക്ക് വീതമാണ്. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ്. 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇപ്പൊ ഓൾട്ടർനേറ്റീവ്സ്, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അവിടെ 2 മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. 1x2 2 നിങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 2 ചോദ്യവും വായിച്ചു നോക്കുക. ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതിയെടുത്താൽ ഇവിടെ 2 മാർക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടും ഈ ഒരു 9ാമത്തെ ചോദ്യത്തിൽ തന്നെ. ഓക്കെ, പക്ഷെ അതിനെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്നേ പറയാനും പറ്റുള്ളൂ. 1 മാർക്കിനാണല്ലോ 1. അപ്പം അങ്ങനെയാണ് സെക്ഷൻ ബിയില്. അപ്പൊ അത്രയാണ് സെക്ഷൻ എയിൽ വരുന്നത്. പാർട്ട് എയില് സെക്ഷൻ എയിൽ വരുന്നത് ആ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. ഇനി സെക്ഷൻ ബി ആണ് അല്ലെ, പാർട്ട് എയില് സെക്ഷൻ ബി. സെക്ഷൻ ബിയില് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് എന്താണ്, ഇവിടെ ഒറ്റ പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. കണ്ടോ, റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പൊ 10 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താ, ഈ ഒരു വലിയ പാരഗ്രാഫ് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതിൽ പുറമെ അതിന്ന് വരുന്ന ഇതുപോലത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ്. കണ്ടോ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു 3 എണ്ണം ഫില്ല് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി. എന്നാൽ ഓരോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനും 1 മാർക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? അപ്പം 10ാമത്തെ ചോദ്യം ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സെന്റൻസിൽ ദ കാരേജ് ഡിപ്പാർട്ടഡ് അറ്റ്, എവിടുന്നായിരുന്നു ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ കാരേജ് എവിടുന്നാണ് ഡിപ്പാർട്ട് ചെയ്തതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് ഈ വലിയ പാരഗ്രാഫ് വായിക്കണം. അപ്പൊ നമ്മൾ വായനയിൽ കൂടെ നമ്മള് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റോറീസ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് 302 NIOS എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ പാറ്റേൺ ആ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പം നിങ്ങൾക്ക് ഓരോ PDF ആയിട്ട് അവിടെ വ്യൂ ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, വായിക്കുക. എക്സാമിന് മുമ്പ് എല്ലാ ചാപ്റ്ററും സ്വന്തമായിട്ട് വായിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം അല്ലല്ലോ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്, നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നുള്ളതെന്ന്. പക്ഷെ ഒരു ഇംഗ്ലീഷ് നമ്മൾ വായിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കൽ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് റീഡിംഗ് നമുക്കൊരു ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ട് അല്ലെ നിങ്ങൾക്ക്. സോ അതിന് വേണ്ടിയിട്ട് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട്
അതിൽ നിന്നുള്ള ചോദ്യം എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യണം ഈ എക്സാമിന് മുമ്പ്. അത് നിങ്ങൾക്ക് വേണമെന്ന് അത്യാവശ്യമാണ്. റീഡിങ് ചെയ്ത് ഞാനത് മനസ്സിലാക്കി അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. അതാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക തന്നെ വേണം. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 10ാമത്തെ ചോദ്യം ആ ഒരു രീതിയിലാണ് വരുന്നത്. 11ാമത്തെ ചോദ്യവും ഇതേപോലെ തന്നെയാണ്. ചോദ്യവും 4 ഓപ്ഷനും ഉണ്ട്. 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 3 അല്ല 4 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക് വീതം 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനും 13ാമത്തെ ക്വസ്റ്റ്യനും ഒക്കെ അതേപോലെ തന്നെയാണ്. ഇനി വരുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതാ ഏകദേശം ഒരു 9ഓളം 7 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. 5 എണ്ണം നിങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് എഴുതി വെക്കുക. എങ്ങനെ എഴുതുക? നിങ്ങൾ ചോദ്യ പേപ്പറിൽ നിങ്ങൾ മാർജിൻ വരച്ചിട്ടുണ്ടാവും അല്ലെ, ആൻസർ ഷീറ്റിൽ. അപ്പൊ 12 എന്ന് എഴുതുക, അല്ലെങ്കിൽ 12 ആൻസർ എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ എന്താ ചെയ്യേണ്ടത്? എ എന്ന് എഴുതുക. ഇത് ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് മാത്രം എഴുതുക. ബി എന്ന് എഴുതുക. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് മാത്രം എഴുതുക. ഇത്ര പെട്ടെന്ന് നമ്മളെ ആൻസേഴ്സ് എഴുതി കഴിയുക അല്ലെ. സി ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ ആൻസേഴ്സ് എഴുതി തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ 13ാമത്തെ ചോദ്യം ഇതേപോലെ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻസും കിടക്കുന്നുണ്ട്. നിങ്ങളടുത്ത് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതേപോലെയാണ്. ഇനി സെക്ഷൻ സി എല്ലാവരും ഇംഗ്ലീഷിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിന് സെക്ഷൻ ഗ്രാമർ ഉണ്ടാവോ? ഗ്രാമർ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഗ്രാമറിന്റെ ചോദ്യം ഉണ്ടെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ ഗ്രാമറിന്റെ ചോദ്യത്തില് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നമ്മളെ എന്താണ് ലൈവ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ വരും അല്ലെ. ഇപ്പൊ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നമ്മളെ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ വരും. അതല്ലാതെ യൂട്യൂബിൽ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മളിപ്പം ഈ ഇംഗ്ലീഷിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് ഇംഗ്ലീഷിന്റെ റിവിഷന് മിസ് എന്തായാലും നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്ന കാര്യമാണ് ഈ ഗ്രാമറിൽ നിങ്ങളിപ്പോ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠങ്ങൾ പഠിക്കുക. അതിൽ പുറമെ നിങ്ങൾക്ക് 2 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷൻ ആണ് അല്ലെ. ഫെബ്രുവരി മാർച്ച് മാസം കംപ്ലീറ്റ് നമ്മൾ റിവിഷൻ ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ എക്സാമിന് വരുന്ന 15 മാർക്കിന്റെ ഈ ഗ്രാമർ നമ്മൾ കംപ്ലീറ്റ്ലി വളരെ ഷോർട്ട് കട്ട് വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പം ആ ഒരു സമയ പരിധി കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഗ്രാമർ മാത്രമേ നിങ്ങൾക്കുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഗ്രാമറിന്റെ ചോദ്യം നമുക്കിപ്പം ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. 1 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഏതെങ്കിലും 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ ഏതാണ്? വെർബിനെ കണ്ടുപിടിക്കാനാണോ, നൗണിനെ കണ്ടുപിടിക്കാനാണോ? ഇതൊക്കെ മിസ് പറഞ്ഞു തരും നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സിൽ. സോ അത് നിങ്ങൾ വെറീഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. സെന്റൻസ് സ്ട്രക്ചർ ആയാലും നമ്മൾ വരുന്ന ചോദ്യങ്ങളും അതിന്റെ പാറ്റേണും അതിന്റെ ഗ്രാമറും മാത്രം നമ്മൾ പഠിച്ചാൽ മതി. കാരണം NIOS എല്ലാ കൊല്ലവും ഈ ഗ്രാമർ തന്നെ ചോദിക്കാറുള്ളൂ. അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ സെന്റൻസ് ആണോ, കോംപ്ലക്സ് സെന്റൻസ് ആണോ, കോമ്പൗണ്ട് സെന്റൻസ് ആണോ, ഇതിന്റെയൊക്കെ സ്ട്രക്ചർ പഠിക്കാൻ വളരെ ഈസിയാണ്. ഷോർട്ട് ഫോം വെച്ചിട്ട് നമുക്ക് പഠിച്ചു തീർക്കണം കേട്ടോ. അപ്പൊ 16ാമത്തെ ചോദ്യം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഗ്രാമർ പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഫുള്ള് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, WH ക്വസ്റ്റ്യൻസ്. അപ്പൊ വാട്ട്, വേർ, അങ്ങനെ ഏതാണ് ഇവിടെ ഈ സെന്റൻസിൽ വരുന്നത്? ഇവിടെ ഈസ് വരുന്നോണ്ട് തന്നെ നമുക്ക് അറിയാം അല്ലെ എന്താണ് വരിക എന്നുള്ളത്. സോ ഇവിടെ ആൻസർ തരും. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ അവിടെ എഴുതാനാണ്. വാട്ട്, വേർ, വിച്ച്, അതിൽ ഏതാണ് എന്ന് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ
അടുത്ത ചോദ്യം എങ്ങനെയാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ പോസിറ്റീവ് ഫോം ഓഫ് ദി വേർബ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ അല്ലേ? 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ സെക്ഷൻ സി ഗ്രാമറിന്റെ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അത്രയും ചെറിയ ഗ്രാമർ ഏരിയാസിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഇനി സെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്താ? ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ മാറിയല്ലേ? നമ്മൾ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി വരെ കഴിഞ്ഞു. ഇനി സെക്ഷൻ ഡിയിലേക്ക് എത്തുമ്പോൾ ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. എന്താണ് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെറ്റർ എഴുതാൻ, പോസ്റ്റർ എഴുതാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അതാണ് ഇവിടെ വരുന്ന ഈ ഒരു ഫങ്ഷണൽ റൈറ്റിംഗ്സിൽ നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലെറ്റർ എഴുതേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ല. ലെറ്റർ എഴുതാൻ അറിഞ്ഞാൽ മതി. അവിടെയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. കാരണം ഇവിടെ എന്താ പറയുന്നത് വെച്ചാല്, ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റർ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഈ ഒരു ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പം ആർട്ടിക്കിൾ എഴുതാനാണെങ്കിൽ അപ്പം ആ ലെറ്റർ, ആർട്ടിക്കിൾ, പോസ്റ്റർ ഇതൊക്കെ ഫങ്ഷണൽ റൈറ്റിംഗ് ആണ്. അപ്പം റൈറ്റപ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ആർട്ടിക്കിൾ എഴുതുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റ് ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടന്റ് നിങ്ങൾ വായിച്ചു നോക്കാം. വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ ടു മാൻ ദ ട്രീസ്, ദേ ആർ ബാക്ക് ബോൺ ഓഫ് ദ നേഷൻ. അപ്പം മരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ലിസ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദിസ് ആർട്ടിക്കിൾ. അപ്പൊ മരത്തിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് അതിന് എന്ത് ടൈറ്റിൽ കൊടുക്കും? ആ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ദ വീറ്റൽ എംബ്രേസ്, ദ മാഗ്നിഫിക്കൻസ് ഓഫ് ട്രീസ് ഇൻ നർച്ചറിങ് അവർ വേൾഡ്, അങ്ങനെ കുറെ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തിരഞ്ഞെടുക്കാം. സിംപ്ലി നിങ്ങൾക്ക് ഓപ്ഷൻ 1 ആണെ ഓപ്ഷൻ 1, 2 ആണെ 2 എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 19 ആൻസർ എന്ന് എഴുതിയിട്ട് ഇവിടെ എന്താണ് തെരഞ്ഞെടുക്കുന്നുണ്ടാവുക? എ ഓപ്ഷൻ 1 എന്നാണ് 1. ഇത്രയും മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ്. ശ്രദ്ധിക്കണം, ആൻസർ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഇത് എഴുതാനാണ് നമ്മൾ സമയം എടുക്കുന്നത്. മനസ്സിലായോ? എഴുത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയസിൽ നടക്കും ആൻസേഴ്സിന്റെ. കാരണം ക്വസ്റ്റ്യൻസ് ഇത്രയും ഉണ്ട്, പക്ഷെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി ആൻസേഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ പറഞ്ഞു സെക്ഷൻ എ അല്ല, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും, പാർട്ട് എയും പാർട്ട് ബിയും, പാർട്ട് എയും പാർട്ട് ബിയും 2 പാർട്ടായിട്ടാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. അത് 50 മാർക്കിനാണ്. പാർട്ട് ബിയും 50 മാർക്കിനാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കാൻ ഇത്ര സമയം എടുക്കുമെങ്കിൽ ആൻസർ എഴുതാൻ ഇത്ര സമയം എടുക്കുന്നുള്ളൂ. അതാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ഇതിൽ തന്നെ ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസിൽ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. ഒക്കെ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ 2 മാർക്കിന്റെ. ഇനി ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ്. ഓപ്ഷണൽ മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇപ്പം ബിഫോക്കേഷൻ സിലബസിന്റെ PDF എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. 20 ചാപ്റ്റേഴ്സ് എന്നായിരിക്കും നിങ്ങൾ അതിൽ കാണുന്നുണ്ടാവുക. 22 ചാപ്റ്റേഴ്സ് എന്നായിരിക്കും ടോട്ടൽ കാണുന്നുണ്ടാവുക. അത് വേറൊന്നും കൊണ്ടല്ല, ഓപ്ഷണൽ മൊഡ്യൂൾസ് കൂടെ അത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ESP റിസപ്ഷനിസ്റ്റ്, ESP ഓഫീസ് യൂസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷണൽ മൊഡ്യൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂൾ എ ESP റിസപ്ഷനിസ്റ്റ് ആണ് ഓപ്ഷൻ തെരഞ്ഞെടുത്തതെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇവിടെ സെക്ഷൻ ഈ 2 എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും. കൺഫ്യൂഷൻ ആവരുത്. എന്താണ് കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ 2 സെക്ഷൻ ഇയും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഒന്നെങ്കിൽ സെക്ഷൻ ഇ നിങ്ങൾ 2 എണ്ണം കാണുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് എന്ന് മനസ്സിലാക്കുക. ESP എന്താ പറയാ ഫോർ ഇംഗ്ലീഷ് ഫോർ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ESP ഓഫീസ് യൂസ്, അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഇതിൽ ഇംഗ്ലീഷ് റിസപ്ഷനിസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതാ ഓപ്ഷൻ ESP കണ്ടോ ഓഫീസ് യൂസ്, ഇത് നിങ്ങൾക്ക് 2 എണ്ണം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നിങ്ങൾ ഒന്നെങ്കിൽ ഇത് റിസപ്ഷനിസ്റ്റിന്റെ എഴുതുക, അല്ലെങ്കിൽ ഓഫീസ് യൂസ് എഴുതുക. ഓക്കെ, ഇതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതണം. ഇനി ESP റിസപ്ഷനിസ്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ ഈ 23ാമത്തെ ചോദ്യം മുതൽ നിങ്ങൾ ഇത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെയും ചോദ്യ നമ്പർ നോക്കുക 23 അല്ലേ. ഇനി
നെക്സ്റ്റ് നമ്മള് എന്താണ് സെക്ഷൻ ESP റിസപ്ഷനിസ്റ്റിലും 23 അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ESP റിസപ്ഷനിസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ESP ഓഫീസ് യൂസ് എടുക്കുക. ഓക്കെ, ഇത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന കണ്ടോ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഇതേപോലെ വായിച്ചു നോക്കുക. ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി സെക്ഷൻ E ഒക്കെ കഴിഞ്ഞു അല്ലെ? സെക്ഷൻ E വരെ നമ്മൾ നോക്കി. ഏത്? പാർട്ട് എ. ഇനി പാർട്ട് ബിയില് സെക്ഷൻ എ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ എന്ത് മാറി? പാറ്റേൺ മാറി. 2 മാർക്കിനായി ഇനി വരുന്ന ചോദ്യങ്ങൾ, 3 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയി ഇനി വരുന്ന ചോദ്യങ്ങൾ അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻസിന്റെ രീതി മാറും. എന്താണ്? ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡിഡ് ദ പെസൻസ് ടു ഗിവ് റിലീഫ് ടു ദ ഓതേഴ്സ് മദർ. അപ്പം ഓതറിന്റെ മദറിനെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആളുകൾ പെസൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമായി. അപ്പൊ നമുക്ക് ഒരു സെന്റൻസിലോ ഒരു വേർഡിലോ എഴുതാൻ പറ്റുമോ? ഇല്ല, 2 സെന്റൻസിലെങ്കിലും എഴുതണം അല്ലെ മിനിമം. അപ്പൊ നമുക്ക് 2 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ഡു വെൻ ദ സ്കോർപിയോ സ്റ്റങ് ദ പോയറ്റ്സ് മദർ. അതിനെ സ്റ്റങ് ചെയ്ത സമയത്ത് പോയറ്റിന്റെ മദറിനെ വേണ്ടിയിട്ട് വില്ലേജേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത് എന്നാ ചോദ്യം. അപ്പൊ 3 മാർക്കിനാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതുണ്ട്. സോ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് വരുന്ന ചോദ്യങ്ങൾ അല്ലെ? 26ാമത്തെ ചോദ്യം മുതൽ ഓർത്ത് വെക്കുക. 26ാമത്തെ ചോദ്യം മുതൽ, അത് ആദ്യത്തെ 1 മുതൽ 25 ചോദ്യങ്ങൾ വരെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. 26ാമത്തെ ചോദ്യങ്ങൾ മുതൽ അങ്ങോട്ട് വരുന്നത് കംപ്ലീറ്റ് എന്തായിരിക്കും? 45 ക്വസ്റ്റ്യൻസ് ആ. 45 ക്വസ്റ്റ്യൻ വരെ എന്താണ്? സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്കിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ പാരഗ്രാഫ് തന്നിട്ട് വരുന്ന 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ട്. അപ്പം 2 4 മാർക്കിന്റെ ചോദ്യങ്ങളായി. പിന്നെ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ? ഇനി ഇതിലും ഉണ്ട് എന്ത്? സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഇ അല്ലെ? അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ്. 3-2 ചോദ്യങ്ങൾ. അപ്പൊ ചോദ്യത്തിന്റെ നമ്പർ നിങ്ങൾ നോക്കുക, അതിന്റെ മാർക്കും നോക്കുക. 3 മാർക്കിനാണെങ്കിൽ 3 മാർക്ക് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ESP ഓഫീസ് യൂസിലാണെങ്കിലും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 45ാമത്തെ ചോദ്യം വരെ വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടില്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാർട്ട് എ എന്താണ്, പാർട്ട് ബി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ പാർട്ട് എയിലും ബിയിലും 4 സബ് ഡിവിഷൻ ഉണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്ന് പറഞ്ഞ് 4 പാർട്ട് ഉണ്ട്. അതിൽ 1 പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്, സെക്ഷൻ എ. സെക്ഷൻ ബി നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. സെക്ഷൻ സി ഗ്രാമർ ആണ്. സെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ്. സെക്ഷൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. സെക്ഷൻ ഇ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ്. അപ്പൊ ഈ സബ് ഡിവിഷൻസും ഡിവിഷൻസും ഒക്കെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പേഴ്സ് 45 ചോദ്യങ്ങളായിരിക്കും ഇംഗ്ലീഷിന് ഉണ്ടായിരിക്കുക. അതിൽ 1 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ പാർട്ട് എയിലായിരിക്കും വരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് വരിക. പാർട്ട് ബി എന്ന് പറയുന്നത് 26 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് സബ്ജക്റ്റീവ് ആയിട്ട് വേണം എഴുതാൻ. ഒരു 2ഓ അതിലധികമോ സെന്റൻസിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടി വരും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും വന്നേക്കാം. എന്നാലും 4 മാർക്കിനും 4 മാർക്കിനും 3 മാർക്കിനും 2 മാർക്കിനും ആയിരിക്കും ചോദ്യങ്ങളുടെ ഒരു മാർക്കിംഗ് സ്കീം വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ പരീക്ഷയുടെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് നടത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും ഞാനിത് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ആൻസേഴ്സ് എഴുതാനുള്ള ആ ഒരു വേഗത എനിക്ക് കൂട്ടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മീൻസ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക്
ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പറഞ്ഞു തരുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ചോദ്യ പേപ്പേഴ്സും എല്ലാ സബ്ജക്റ്റിന്റെയും ചോദ്യ പേപ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ വേറെ അഡീഷണൽ നമ്മൾ കൊടുക്കാത്ത ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് പറയാം. അതെല്ലാം നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇനി വരും വീഡിയോസിലൊക്കെ ബാക്കി സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങൾ ആ PDF എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് ആൻസേഴ്സ് എഴുതാൻ പറ്റട്ടെ. 2024 ഏപ്രിൽ ബാച്ചിലെയും അതുപോലെ തന്നെ ഒക്ടോബർ ബാച്ചിലെയും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് ഇനി വരും വീഡിയോസിൽ കാണാം. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അത് ചെയ്യുന്നതായിരിക്കും. എക്സാമിന് മുമ്പ് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എടുത്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ NIOSന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. സോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടുത്ത സബ്ജക്റ്റിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.